സോ ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. നമ്മുടെ ഈ ഒരു പാർട്ടിലൂടെ നമുക്ക് ഈ ഷാഡോസിനെ കുറിച്ചും എക്ലിപ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതുകൂടെ നമ്മൾ ഈ ലൈറ്റിൻ്റെ ചാപ്റ്റർ ഇവിടെ വെച്ച് തീരാൻ പോവുകയാണ്. ഇപ്പം ഫസ്റ്റ് ചാപ്റ്റർ തീർത്തിട്ടുണ്ട് ഫിസിക്സിൻ്റെ. ഫസ്റ്റ് അല്ല, 5th ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിസം. ഓക്കെ, നമുക്ക് കുറച്ച് ഫസ്റ്റിന് ഷാഡോസിനെ കുറിച്ച്. നമ്മുടെ കൈയും നിങ്ങളുടെ മോണും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല, ഒരു കോമൺ തിങ് എന്താണ് വ്യത്യാസമല്ല, നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, കോമൺ തിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈക്കും നിങ്ങളുടെ മൂണിനും ഇതെടുക്കാൻ പറ്റും, ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് കാസ്റ്റ് എ ഷാഡോ സ്റ്റാർട്ടിങ് ബേസിക്. അപ്പോൾ നമുക്ക് ബേസിക്സിൽ നിന്ന് തന്നെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബേസിക്കായിട്ട് വരുന്നത്, ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഷാഡോ പഠിക്കാം, അത് കഴിഞ്ഞിട്ട് പോകാം. ഫസ്റ്റ് നമുക്കൊരു റിലേറ്റബിൾ എക്സാമ്പിൾ പറയാം. എവറി ടൈം യു ബ്ലോക്ക് ദ ലൈറ്റ് യു ക്രിയേറ്റ് ഷാഡോ. നിങ്ങൾ എപ്പോഴൊക്കെ ലൈറ്റിന് ബ്ലോക്ക് ചെയ്യുന്നു അപ്പോഴല്ലേ ഞങ്ങൾ എന്തെടുക്കുന്നത്, ഷാഡോ ക്രിയേറ്റ് ചെയ്യും. സിമ്പിളാണ്, പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊക്കെ നിങ്ങൾ ലൈറ്റിന് ബ്ലോക്ക് ചെയ്യുന്നത് അതാണ് ഷാഡോ. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ലൈറ്റ് എന്തോ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ലൈറ്റ് ഈസ് എനർജി ദാറ്റ് അഫക്ട്സ് അവർ ഐസ് ടു പ്രൊഡ്യൂസ് ദ സെൻസേഷൻ ഓഫ് ദ വിഷൻ. അത് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ കാഴ്ചക്കാൻ അതുപോലത്തെ എനർജിയാണ് നമ്മൾ കണ്ണിനെ കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇരുട്ടത്ത് കാണാൻ പറ്റത്തില്ലല്ലോ, അതിനാണ് ലൈറ്റ്. അത് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരിക്കും. മനസ്സിലായെന്നില്ലാതെ എനിക്കറിയത്തില്ല, ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മനസ്സിലായില്ലോ എന്ന്. നമ്മുടെ ഷാഡോ എ ഡാർക്ക് ഏരിയ പ്രൊഡ്യൂസഡ് ബൈ ആൻ ഒപ്പക്യൂ ഒബ്ജക്റ്റ് ബ്ലോക്കിംഗ് ദ ലൈറ്റ് ഫ്രം എ സോഴ്സ്. ലൈറ്റ് വരുന്നതിൽ നിന്നും ഒരു ഒപ്പക്യൂ ഒബ്ജക്റ്റ് കൊടുക്കുന്നു നമ്മുടെ ഈ ലൈറ്റിനെ തടയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടുണ്ടാവുന്ന ഷാഡോ, ബാക്കിലായിട്ടുണ്ടാവുന്നതിനാണ് ഷാഡോ എന്ന് പറയുന്നത്. അൻഡോമി ഓഫ് ഷാഡോ ദ അംബ്ര ആൻഡ് ദ പെനംബ്ര. ഞാൻ ഇന്നലെ ചെറുതായിട്ടൊന്ന് പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ചെയ്തായിരുന്നു. ഞാനതിന് ഉംബ്ര ആൻഡ് പെനുംബ്ര എന്നാണ് വായിച്ചത്. സ്മാൾ മിസ്റ്റേക്ക്. ഞാൻ ഗൂഗിളിൽ പോയി നോക്കിയപ്പം അത് അംബ്ര എന്നും പെനംബ്ര എന്നുമാണ് അതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അംബ്ര എന്താണെന്ന് നോക്കാം. ദ ഡാർക്കസ്റ്റ് സെൻട്രൽ പാർട്ട് ഓഫ് എ ഷാഡോ വേർ ദ ലൈറ്റ് സോഴ്സസ് ഈസ് കംപ്ലീറ്റ്ലി ബ്ലോക്കഡ്. നമ്മുടെ ഒരു ലൈറ്റ് സോഴ്സിനെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഫുള്ളായിട്ട് ഇരുണ്ടിരിക്കുന്ന ഭാഗത്തിനാണ് കൊടുക്കുന്നത്, അംബ്ര എന്ന് പറയുന്നത്. പെനംബ്ര ദ ലൈറ്റർ ഔട്ടർ പാർട്ട് ഓഫ് എ ഷാഡോ വേർ ദ ലൈറ്റ് സോഴ്സ് ഈസ് ഓൺലി പാർഷ്യലി ബ്ലോക്ക്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് ബ്ലോക്ക് ആയിരിക്കും, ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ട്, എന്ന് പറയുമ്പോൾ ഒത്തിരി ഡാർക്കല്ല, ഫുള്ളി ഡാർക്കല്ല, അങ്ങനെയുള്ളതിനാണ് എന്തെടുക്കുന്നത് പെനംബ്ര എന്ന് പറയുന്നത്. എ സ്മാൾ പിൻ പോയിൻറ്റ് ലൈറ്റ് സോഴ്സ് ക്രിയേറ്റ് എ ഷാർപ്പ് ഡാർക്ക് ഷാഡോ ഇത് അംബ്ര. നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണുന്ന കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എ വൈഡർ ലൈറ്റ് സോഴ്സ് ക്രിയേറ്റ്സ് ബോത്ത് ഡാർക്ക് അംബ്ര ആൻഡ് എ ലൈറ്റർ പെനംബ്ര. ദൂരം കൂടുന്നതിനനുസരിച്ച് ഇതെടുക്കും, പെനംബ്ര ഉണ്ടാവാൻ തുടങ്ങും. പറയുമ്പം അത് ഇച്ചിരി മാത്രമല്ലല്ലോ, നല്ലപോലെ ലൈറ്റ് എത്തുന്നു. ആസ് ദ സ്ക്രീൻ മൂവ്സ് അവേ ദ അംബ്ര ഷ്രിങ്ക്സ് ലീവിങ് ഓൺലി പെനംബ്ര എന്ന് പറയുമ്പോൾ ഈ സ്ക്രീനിൻ്റെ നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് കൊടുക്കും, ഈ നമ്മുടെ അംബ്ര കുറയും, പെനംബ്ര കൂടുകയും ചെയ്യും. മനസ്സിലാവും? അപ്പോൾ അടുത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അംബ്ര മാത്രമായിരിക്കും, ഇപ്പോൾ നമ്മൾ ദൂരോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പെനംബ്രയും കാണും. അടുത്തിട്ടാണ് ഷാഡോസ് ഇൻ ദ കോസ്മസ്. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടി എക്ലിപ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്ലിപ്സസ് തന്നെയാണ് കോസ്മസ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അതേ ഹിസ്റ്ററിയായിട്ട് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം യൂണിവേഴ്സ് സംതിങ് ലൈക്ക് ദാറ്റ്, അതിനാണ് നമ്മൾ കോസ്മസ് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് എന്നാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വരുന്നത്. നമ്മളുടെ ഇതിനകത്ത് നോക്കിയപ്പോൾ കണ്ടത്, ഗൂഗിളിൽ നോക്കുന്നുണ്ട്. വാട്ട് ഈഫ് ദ ലൈറ്റ് ഈസ് സൺ ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് ദ മൂൺ. അപ്പം നമ്മൾ അതിന് പഠിക്കാൻ പോകുന്നതാണ് സോളാർ എക്ലിപ്സിനെ കുറിച്ചാണ്. നമ്മൾ സണ്ണിനെ എടുക്കും, ലൈറ്റായിട്ട് സങ്കല്പിക്കും, എന്നിട്ട് മൂണിനെ ഒബ്ജക്റ്റ് എടുക്കും. ഡീകോഡിങ് സോളാർ എക്ലിപ്സ് ദ മൂൺ ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് ഡീകോഡ് എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സോളാർ എക്ലിപ്സിനെ. ഫസ്റ്റ് തന്നെ നോക്കാം. ദ മൂൺ മൂവ്സ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത് കാസ്റ്റിംഗ് ഇറ്റ് ഷാഡോ ഓൺ അവർ പ്ലാനറ്റ്. അന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയ്ക്ക് കൊടുക്കും, മൂണ് വരും. അപ്പം അതിൻ്റെ മൂണിൻ്റെ ഷാഡോ നമ്മുടെ ഭൂമിയിലേക്ക് എത്തും. അതിനെയാണ് നമ്മൾ കൊടുക്കുന്നത് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. പിന്നെ കണ്ട് നിങ്ങൾക്ക് സൈഡിലായിട്ടൊരു ഇമേജ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫുള്ളി കംപ്ലീറ്റ് എന്നാൽ ഫുള്ളായിട്ടുള്ള സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് മൂന്ന് നടുക്കാണ്. നമ്മൾ ചിലയിടത്ത് പാർഷ്യലായിട്ട് കാണത്തുള്ളൂ, ചിലയിടത്ത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പടം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടെ പാർഷ്യലുണ്ട്, പിന്നെ അങ്ങനെ ഇതിനകത്തിന് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ട്. നമ്മൾ എവിടേക്കാണ് എക്ലിപ്സ്
എവിടെയൊക്കെയാണ് ടോട്ടൽ, എവിടെയൊക്കെയാണ് പാർഷ്യൽ, അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിക്കോഡിങ് ലൂണാർ എക്ലിപ്സ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സ് എന്ന് പറയുമ്പം ദ എർത്ത് ഷാഡോ. അതെന്ന് വെച്ചാൽ എർത്ത് മൂവ്സ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ കാസ്റ്റിംഗ് ഇറ്റ്സ് മാസീവ് ഷാഡോ ഓൺ ദ മൂൺ എന്ന് പറയാം. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ മൂണിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്ക് എർത്ത് വരും. അതിൻ്റെ ആ ഷാഡോ എന്ത് കൊടുക്കും, നമ്മുടെ എർത്തിൻ്റെ ഷാഡോ മൂണിൽ തട്ടും. അപ്പോൾ ഒരു റെഡിഷ് കളറായിരിക്കും മൂണിനെ കാണാൻ. എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഭൂമിയാണല്ലോ വലുത്, മൂണല്ലല്ലോ വലുത്. അപ്പം അതിൻ്റെ ആ ഒരു ഇത് കാണും. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പടം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നമ്മുടെ വിഷയം നമ്മുടെ പാഠം തീർന്നിട്ടുണ്ട്. 5ാമത്തെ പാഠം. അടുത്ത പാഠമാണ് മാഗ്നീഷ്യം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫിസിക്സ് ഇതൊക്കെ പാടുള്ളവർക്ക് നിങ്ങൾ ഇതൊന്നും അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പഠിക്കട്ടെ ഗൈസ്. ഓക്കെ, ബൈ.